നിഷേധാത്മകത്വം വർദ്ധിച്ച് വിഷാദ രോഗികളോ മാനസിക തകർച്ചയുള്ളവരോ ക്രിമിനൽ വാസനയുള്ളവരോ ആത്മഹത്യാ പ്രവണതയുള്ളവരോ ആയി മാറിത്തീരാനുള്ള സാധ്യത മറ്റ് ജനപ്രദേശങ്ങളിലുള്ളവരെക്കാൾ വളരെ കൂടുതലാണ്. ഞാൻ ആദ്യം പേടിപ്പിക്കാൻ വേണ്ടി പറയണതല്ല, ഇത് നമ്മുടെ സവിശേഷ സ്വഭാവമാണ്. വളരെ ഒറ്റപ്പെട്ടാൽ അതുകൊണ്ടാണ് കേരളത്തിൽ ഈയിടെയായിട്ട് ഒറ്റപ്പെടൽ വളരെ കൂടിയിട്ടുണ്ട്. നമുക്ക് സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു. ആ സൗകര്യങ്ങൾ വർദ്ധിച്ചോടുകൂടി മാനസികമായ ഒറ്റപ്പെടൽ എല്ലാ മേഖലയിലും കൂടിക്കൂടി വരികയാണ്. അങ്ങനെ വരുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ക്രിമിനൽ വാസന പെരുകി വരുന്നു. ഡിപ്രഷൻ, സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ആയിട്ട് ഡിപ്രഷന് വിധേയരായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടി വരുന്നു. ആന്റി ഡിപ്രസന്റ് ഗുളികകൾ കഴിക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് ജനസംഖ്യയിൽ പകുതിയോളമാണെന്നാണ് എന്നോടൊരു ഡോക്ടർ അനൌദ്യോഗികമായിട്ട് പറഞ്ഞത്. ആത്മഹത്യാ പ്രവണത കൂടിക്കൂടി വരുന്നു. ധാരാളം ആത്മഹത്യകൾ പല പ്രായത്തിൽ, കുട്ടികൾ തൊട്ട് വയോവൃദ്ധർ വരെ കേരളത്തിലുണ്ടാകും. അതിനെ മറികടക്കാനുള്ള ഒരേ ഒരു വഴി ഈ ഈണക്കമ്പത്തെയും താളക്കമ്പത്തെയും നടന നൃത്തഭ്രമത്തെയും കൂടുതൽ പ്രകാശിപ്പിക്കുക. ഈണക്കമ്പമുള്ള ആളുകൾ കൂടുതൽ ഒരുമിക്കുക, താളക്കമ്പമുള്ള ആളുകൾ കൂടുതൽ ഒരുമിക്കുക. സാംസ്കാരിക സർഗാത്മക വാസനയുള്ളവർ കൂടുതൽ ഒരുമിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്ക് സഹജമായി സംഭവിക്കാനിടയുള്ള ഈ പറയുന്ന ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാം. അതിന് നമുക്ക് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംഗീതം, അല്ലെ? അതുകൊണ്ടാണ് വാട്സാപ്പിൽ നേരത്തെ സിജു പറഞ്ഞല്ലോ, ആളുകളുടെ എണ്ണം കൂടി നിങ്ങൾ തുറന്നു വെച്ചാൽ അത് 10,000-ങ്ങളായിട്ട് മാറും. കാരണം ഇങ്ങനെ, ഞാൻ ആലങ്കാരികമായിട്ട് പറയല്ല, കേരളത്തിൽ പഴയ പാട്ടുകൾ കേൾക്കുന്നത് കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്ന വലിയൊരു ശതമാനം ആളുകളുണ്ട്. സത്യം, പഴയ പാട്ടുകൾ കേൾക്കുന്നത് കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്ന ആളുകൾ, അത് ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം ഇതുകൊണ്ടാണ് ഇത്തരം കൂട്ടായ്മകൾ അനിവാര്യമാണ്. ഇപ്പൊ CS മീനാക്ഷിയെ വളരെ സാന്ദർഭികമായിട്ടാണ് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് എത്രയോ യുഗങ്ങളായിട്ട് പരിചയമുണ്ടെന്ന് തോന്നാൻ കാരണം OB വിജയൻ ആയിരിക്കില്ല. OB വിജയന്റെ ഖസാക്കിൽ കൂമൻകാവിൽ രവി ചെന്ന് ബസ്സിറങ്ങുമ്പോൾ ആ വഴികൾ ജന്മങ്ങളായി പരിചയമുള്ളതുപോലെ രവിക്ക് തോന്നി. ആ മാവുകളുടെ ദൈന്യം, ജരാനര ബാധിച്ച പഴയ വൃക്ഷങ്ങൾ, ഇതൊക്കെ എന്നോ കണ്ടതായിട്ട് രവിക്ക് തോന്നുന്നു. അതുപോലെ OB വിജയൻ പുരസ്കാരം വാങ്ങാൻ വേണ്ടി CS മീനാക്ഷി വന്നപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളതുപോലെ തോന്നുക മാത്രമല്ല, എടപ്പാളിലായിരുന്നു CS മീനാക്ഷി എന്ന് പറഞ്ഞു, CS വെങ്കടേശ്വരന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടേണ്ട ആളായിരുന്നു. പിന്നെയാണ് അവർക്ക് സംഗീതകമ്പവും അതിലെ താല്പര്യവും അതിന് നടത്തുന്ന കൂട്ടായ്മകളും. അപ്പൊ ഞാൻ പരിചയിക്കുന്ന മേഖലകളിലൂടെയൊക്കെ CS മീനാക്ഷി ഇങ്ങനെ പോയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നേ, അപ്പൊ അന്നാണ് കണ്ടുമുട്ടിയത്. പിന്നെയാണ് ഇങ്ങനെ ഒരു ക്ഷണം വരുന്നത്. ഞാൻ ശരിയാണ്, ഒരുപാട് തിരക്കുകളുണ്ട്. ഇന്നലെ 5 പ്രസംഗം ചെയ്തത് ശരിയാ, 5 പ്രസംഗം ചെയ്ത് തൊണ്ട പൊട്ടിയിട്ടില്ലെങ്കിലും ഏതാണ്ട് അവശനായിട്ടാണ്. പക്ഷെങ്കിലും ഇവിടെ വരുന്നത് എനിക്കും ഒരു ചാർജാണ്. എന്റെ ഈ പ്രസംഗമൊന്നും ചിലപ്പോൾ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, പല പ്രസംഗങ്ങളും ഈ നിർബന്ധിതമായി ചെയ്യേണ്ടി വരിക. ഒരുപാട് നുണ പറയേണ്ടി വരും. ഈ പ്രഭാഷകന്മാരെ കുറിച്ച് ആണ് പ്രഭാഷകന്മാർക്കുള്ള ഏറ്റവും വലിയൊരു സങ്കടം. വെറുതെ നുണ പറയേണ്ടി വരും. ഒരു പൊട്ട പുസ്തകം നല്ലതാന്ന് പറയേണ്ടി വരും, ആളെ വേദനിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് നുണ പറയുന്നതിനിടയിൽ നുണ പറയാതെ കൂടിച്ചേരാവുന്ന ചെറിയ ചില സദസ്സുകളിൽ വരുന്നത് എനിക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ ഏതായാലും നുണ പറയില്ല കേട്ടോ. ഇവിടെ സംഗീതത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന സത്യം മാത്രമേ പറയുകയുള്ളൂ. മീനാക്ഷിയാണ് എന്നോട് പറഞ്ഞത്, ഇന്ന് മുഹമ്മദ് റഫിയുടെ ജന്മദിനമാണ്. സത്യത്തിൽ ഈ ചരമദിനമേ എന്റെ മനസ്സിലുള്ളൂ. ജൂലൈ 31 കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ഒരുപാട് സ്ഥലത്ത് റഫിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരാറുണ്ട്. അപ്പൊ ജന്മദിനത്തിൽ റഫിയെ ഓർക്കുന്നതും, കോട്ട് സുൽത്താൻ സിംഗ് എന്ന പാകിസ്ഥാൻ ഗ്രാമത്തിൽ ജനിച്ച റഫി ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ മുഴുവൻ, അല്ല ലോകത്തിന്റെ മുഴുവൻ അത്ഭുതമായി മാറിയ ചരിത്രം സംഗീതത്തിലെ ഒരു മഹാ ഇതിഹാസമാണ്. റഫിയെക്കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് വാക്കുകൾ മതിയാവാതെ വരിക. ഇന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എന്തെങ്കിലും ഹൃദയവികാരങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇന്ന് എന്തെങ്കിലും ഹൃദയവികാരങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് റഫി സാബിന്റെ പാട്ടാണ്. റഫി സാബിന്റെ പാട്ട് പാകിസ്ഥാൻകാർക്കും ഇഷ്ടമാണ്, ഇന്ത്യക്കാർക്കും ഒരുപോലെ ഇഷ്ടമാണ്. പിന്നൊന്ന് മഹ്ദി ഹസൻ എന്ന ഗസൽ പാട്ടുകാരനാണ്. മഹ്ദി ഹസനെ പക്ഷേ ജനകീയമായിട്ട് ആളുകൾ അറിയില്ല. അതിനേക്കാളേറെ ജനങ്ങൾ പാകിസ്ഥാനിലും ഇന്ത്യയിലും അല്ല ലോകത്ത് എല്ലായിടത്തും ഉണ്ടെങ്കിലും ഈ ഭൂഖണ്ഡങ്ങൾ, അകന്നുപോയ ഈ ഭൂഖണ്ഡങ്ങളെ പാട്ടുകൊണ്ട് അടുപ്പിക്കുന്ന ഒരു മഹാനായ ആളാണ്. അദ്ദേഹം മരിച്ച ദിവസം ഞാൻ അന്ന് ഈ ക്ലബ്ബ് ജീവിതം ഉണ്ടായിരുന്നു. ഈ ക്ലബ്ബ് ക്ലബ്ബിൽ കുറെ പാട്ടുകാർ ഉസ്താദുമാരാണ്. കോഴിക്കോട്ടൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ അൻവർ ഖാൻ, സലാംബൈക്ക് അറിയുമെന്നറിയില്ല, അൻവർ ഖാൻ എന്ന് പറഞ്ഞൊരു കോഴിക്കോട്ടുകാരൻ,
അദ്ദേഹം അന്ന് കുറ്റിപ്പുറത്ത് ഞങ്ങളുടെ ക്ലബ്ബിലാണ് താമസം. ഈ മരിച്ച ദിവസം ഓർക്കാൻ ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് രാത്രി മുഴുവൻ പാടിയ പാട്ട്, കുറെ പാട്ടുകൾ പാടി, ഒരു പ്രധാനപ്പെട്ട പാട്ടാ ഓ ദുനിയാ കേ രഖ്വാലേ സുൻ ദർദ് ഭരേ മേരെ നാലേ സുൻ ദർദ് ഭരേ മേരെ നാലേ. ആ ദർബാരി കാനഡയുടെ ആർദ്രഗംഭീരമായ സ്വരം അതിങ്ങനെ പാടി പാടി കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇങ്ങനെ എത്രയോ പാട്ടുകൾ. ചൗദ്വിൻ കച്ചാന്ത് ഹോ യാപ് താബ് ഹോ ജോ ബി ഹോ തും ഖുദാ കി കസം ലാജവാബ് ഹോ ചൗദ്വിൻ കച്ചാന്ത് ഹോ. ഒരു കാലം, ഒരു ചരിത്രം. ദൂർ രഹ് കർ ന കരോ ബാത് കരീബാ ജാവോ ദൂർ രഹ് കർ ന കരോ ബാത് കരീബാ ജാവോ. ഒരു ഹാർമോണിയത്തിന്റെ ചകിതവാതായനം തുറക്കുമ്പോൾ, ഹൃദയാന്തരം മൃദുശൂന്യമാം വർഷങ്ങൾ തൻ തബല ധിനിധിനിക്കുമ്പോൾ, ദൂരതമ്പുരുവിന്റെ ശ്രുതിയിൽ ഗുലാമലി പാടുമ്പോൾ, അല്ലെ, അങ്ങനെ ജീവിതം എത്ര ആനന്ദകരമാണ്, അല്ലെ. മനുഷ്യ ജീവിതത്തിൽ ഇത്ര പച്ചയായി വെളിപ്പെടാൻ കഴിയുന്ന സന്ദർഭങ്ങൾ വേറെ ഒന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ കൃത്രിമമായി അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ. ഭാര്യയായി, കാമുകനായി, ഭർത്താവായി, പുത്രനായി, പുത്രിയായി, അല്ലെ, ഉദ്യോഗസ്ഥനായി, സുഹൃത്തായി അഭിനയിച്ചുകൊണ്ടിരിക്കുക ആളുകൾ. അഭിനയിക്കാത്ത മനുഷ്യർ, അല്ലെ, നാട്യങ്ങളില്ലാത്ത പച്ച മനുഷ്യർ ഒത്തുചേരുന്ന വേദികളാണ് ഭൈരവിയുടെ കൂടിച്ചേരലുകൾ. അപ്പൊ അവിടെ പാട്ട് നമുക്ക് തന്നത്, ഞാൻ ഇനി പതുക്കെ ചരിത്രത്തിലേക്ക് വരാം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്റെ ഒരു പ്രസംഗം ഇങ്ങനെ ഏകാഗ്രമൊന്നും ആയിരിക്കില്ല കേട്ടോ. ഞാനിങ്ങനെ വർത്തമാനം പറയുകയും ചെയ്യുള്ളൂ. അങ്ങനെ പോരെ. ഏകാഗ്ര പ്രസംഗം ഞാൻ ഈ കഠിന പ്രസംഗങ്ങൾ ചെയ്ത് എനിക്കും എടുത്തിരിക്കും. മാന്യമഹാജനങ്ങളെ എന്നിങ്ങനെ വിളിച്ചിട്ട് ആളുകളെ പ്രബോധനം ചെയ്ത് മടുത്തുകൊണ്ട് ഇപ്പൊ വെറുതെ വർത്തമാനം പറയാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ കാതിൽ പറയുന്നത് പോലെ മടുക്കുമ്പോൾ നിങ്ങളുടെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അപ്പൊ നിർത്തും കേട്ടോ. അതുവരെ ഇങ്ങനെ പറയാം. മലയാളിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നേരിയ വിഷാദാത്മകത്വത്തിന് പരിഹാരമുണ്ടാക്കി തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. കേരളത്തിലുള്ളതുപോലെ ഉത്സവങ്ങൾ ലോകത്തെവിടെയില്ല. നമുക്ക് എല്ലാ മാസവും ഉത്സവമുണ്ട്, എല്ലാ ദിവസവും ഉത്സവമുണ്ട്, എന്തും ഉത്സവമാണ്, അല്ലെ. ഉത്സവമല്ലാത്ത ഒന്നുമില്ല. ഇപ്പൊ എന്തിനായി ഉത്സവങ്ങൾ മലയാളി ഉണ്ടാക്കിയിരിക്കുന്നു? എന്തും. നമ്മൾ ദുഃഖം പോലും ഉത്സവാക്കും, ചിലപ്പോ ഹർത്താൽ പോലും ഉത്സവാക്കും. ഈ ഉത്സവാത്മകത ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വിപരീത. ഈ നേരിയ വിഷാദാത്മകത്തെ മറികടക്കാൻ നരവംശ ശാസ്ത്രപരമായി തന്നെ ഉണ്ടാകുന്ന ഒരു പ്രതിനിവൃത്തിയാണ്. ഒരു ആപത്തിന് ഒരു പ്രതിനിവൃത്തി ഉണ്ടാവും. അതാണ് വാസ്തവത്തിൽ ഈ ഉത്സവാത്മകത്വം. എന്തിനെ ഉത്സവാക്കാനുള്ള ഒരാഘോഷ പരത. അതുകൊണ്ട് ഈ ഉത്സവാത്മകത്വം ഇല്ലെങ്കിൽ മലയാളികൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂട്ടത്തോടെ ക്രിമിനലുകളായിട്ടുണ്ടാവും. ആ ഉത്സവാത്മകത്വത്തെയാണ് നമ്മുടെ പാട്ടുകൾ ആഘോഷിച്ചത്. സത്യത്തിൽ നമുക്ക് ഒരുമിച്ച് പാടാൻ പാട്ടുകൾ ഉണ്ടായിരുന്നില്ല. ഒരു 40കൾ വരെയെങ്കിലും മാപ്പിളപ്പാട്ട്, പുലയപ്പാട്ട്, പുള്ളുവപ്പാട്ട്, ചെറുമപ്പാട്ട്, അല്ലെ, നോക്കൂ, ബ്രാഹ്മണിപ്പാട്ട്, പാട്ടൊക്കെ ജാതി തിരിച്ചപ്പെട്ട. ഒരു കുറത്തിപ്പാട്ട് ഒരു ഈഴവൻ പാടില്ല, പുള്ളുവപ്പാട്ട് കുറവര് പാടില്ല, മാപ്പിളപ്പാട്ട് നമ്പൂതിരി പാടില്ല, ചെറുമപ്പാട്ട് നായര് പാടില്ല. ഈ പാട്ടുകൾക്കൊക്കെ തമ്മിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നു. പാട്ടുകൾക്ക് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നു. 939 വരെ എന്റെ അറിവിൽ ഒരു നമ്പൂതിരി മാപ്പിളപ്പാട്ട് പാടിയിട്ടില്ല. എനിക്കറിയാവുന്ന ആദ്യത്തെ നമ്പൂതിരി പ്രേംജിയാണ്. MP ഭട്ടതിരിപ്പാട് സിനിമാ നടനൊക്കെ ആയിരുന്നു. 939 പൊന്നാനി ബീഡി തീർപ്പ് തൊഴിലാളികളുടെ സമ്മേളനത്തിൽ പൊന്നാനിക്കാരനായ KC മൊല്ല എഴുതിയ ഒരു പാട്ടാണ് പ്രേംജി പാടിയത്. വേലവിയർപ്പുകൾ വറ്റും മുമ്പേ കൂലി കൊടുക്കണമെന്നരുൾ ചെയ്തു കൊലകൾ എതിർക്കും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ആ പാട്ടിന്റെ ആദ്യത്തെ വരികൾ. അത് ഹദീസാണ്, അന്ത്യപ്രവാചകന്റെ ഒരു ഹദീസാണ്. സലാംബായിക്ക് ഒരു പക്ഷെ അറിയും. ജോലി ചെയ്ത് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. ഒരു തൊഴിലാളി വർഗ സമരത്തിൽ അന്ത്യപ്രവാചകന്റെ ഹദീസ് എടുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ ഒരു ശുദ്ധ നമ്പൂതിരി തെറ്റുകൂടാതെ പറയുന്നത് കേട്ട് പൊന്നാനിയിലെ മുസ്ലിം സമൂഹം അമ്പരന്നു. അങ്ങനെയാണ് ആ സമരത്തിൽ മുസ്ലിം സമൂഹം വരുന്നത്. അതിനുശേഷം ഒരുപക്ഷെ സമരരംഗങ്ങളിൽ മാപ്പിളപ്പാട്ട് ധാരാളം പാടപ്പെട്ടു.